ഞാൻ ആതിര. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ലൈഫ് ആൻഡ് മേക്കറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ നിന്ന് വരുന്ന തൈകൾ, മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ വളങ്ങളൊക്കെ നൽകുമ്പോൾ വരുന്ന തൈകൾ എങ്ങനെയാണ് കേടുകൂടാതെ റിമൂവ് ചെയ്ത് വെക്കാവുന്നതും അത് പോട്ട് ചെയ്യുന്നതും ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുമെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഓർക്കിഡ് ചെടികളിൽ നിന്ന് തൈകൾ വരുന്നിട്ടുണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതാണ് ഒരു ചെടിയിൽ നിന്ന് വന്നിരിക്കുന്ന തൈ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു സ്റ്റെമ്മല്ലേ ഉള്ളൂ, ഇതിൽ നിന്ന് എങ്ങനെ തൈ വന്നിരിക്കുന്നത്? ഒരു 3-4 സ്റ്റെമ്മും ഒരു പൂക്കളും ഒക്കെ മുട്ടുകളും ഒക്കെ ഉള്ളതായിരിക്കത്തില്ല ഒരു മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്ന് പലർക്കും തോന്നാറുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ്. ഞാനിതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഞാൻ പല രീതിയിലുള്ള പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റ്സ് നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു തരം പ്രൊപ്പഗേഷൻ നടത്തിയ വിജയിച്ച ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്, ഈ പ്ലാന്റിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ നിന്ന് വന്ന തൈയാണ് ഇത്. അപ്പോൾ ഒരു പ്രത്യേക തരം പ്രൊപ്പഗേഷനാണ്, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വന്ന തൈയാണിത്. ഇതെനിക്ക് തോന്നുന്നു ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് വെച്ചിട്ട്, ഈ പ്ലാന്റ് വെച്ചിട്ട് ഒരു 3-4 മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം വന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ തൈയാണ്. എനിക്ക് സക്സസ് ആവുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തപ്പോൾ വന്ന തൈയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കേടുകൂടാതെ റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഈ തൈകൾ ഇത്രയും വലുതാവുന്നത് വരെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഈ ഒരു പാകമാവുന്ന വരെ, ഇത്രയും ഒരു ഹൈറ്റ് എത്തുന്നത് വരെയെങ്കിലും മദർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ വേരുകളെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു 3-4 അതെ ഒരു 5 വേരുണ്ട്. 5 വേരെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കണ്ടോ, എൻ്റെ നീളം കണ്ടോ, ലെങ്ത് കണ്ടോ? അപ്പോൾ ഇത്രയും ചെറിയ വേരുകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിന് ചെറിയ പ്ലാന്റ് ആയിരുന്നെങ്കിൽ ആലോചിക്കാം, വെറും ചെറിയ വേരുകളായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വേരിനൊക്കെ കേട് സംഭവിക്കാൻ ചാൻസ് ഒരുപാടാണ്. അപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആദ്യം വേണ്ട കാര്യം ഇതുപോലൊരു മൂർച്ചയുള്ളൊരു പിച്ചാത്തിയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ചിലർ പിച്ചാത്തി എടുക്കും, ചിലർ കട്ടെടുക്കും. അപ്പം നമുക്കിപ്പോൾ കട്ടിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഞാനിത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ചിലരാണെങ്കിൽ ഈ വേര് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ വേരിനൊന്നും ഒരു പ്രശ്നം വരില്ല. ഇത് മുകളിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ആൻറ്റി ഫംഗൽ പൗഡർ എന്തെങ്കിലും അതിൽ മദർ പ്ലാന്റിൽ പുരട്ടാൻ മറക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത് പുരട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരുപാട് മഴയും വെയിലും ഒക്കെ തട്ടിക്കഴിയുമ്പോൾ ഇതിന് ചെറിയ കേടുപാട്, ഈ മദർ പ്ലാന്റ് ചെറിയ കേടുപാട് വരും. അപ്പോൾ ആൻറ്റി ഫംഗൽ പൗഡർ അതിനകത്ത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതുപോലൊരു പിച്ചാത്തി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മദർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. അത് ഈ 2 പേര് ഞാൻ ഓൾറെഡി ഇതിങ്ങനെ ഒട്ടിയിരിക്കുകയായിരുന്നു, ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന വേരുകളും കൂടി നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ ഇതുപോലെ കണ്ടോ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വേരുകൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്ത പ്ലാന്റ് പോട്ട് ചെയ്യാൻ പോവാണ്.
അപ്പോൾ പോട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഹോളുള്ള ചട്ടി എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഓർക്കിഡ് ചെടികൾ നടുമ്പോൾ ഇതുപോലുള്ള ഹോളുള്ള ചട്ടികൾ വേണം. ഈ മൂടിൽ ഹോള് വേണം, സൈഡിലെല്ലാം ഹോൾസ് വേണം. ഒരു എപ്പിഫൈറ്റ് പ്ലാന്റ് ആണല്ലോ നമ്മുടെ ഓർക്കിഡ് എന്ന് പറയുന്നത്. വെച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളവും വളവും എല്ലാം ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഓർക്കിഡ് ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അത് മറ്റുള്ള പ്ലാന്റ്സിൽ നിന്നെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. നമുക്കിത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത്? അപ്പം ഞാനിതിന് എടുത്തിരിക്കുന്നത് ഇത് കടയിൽ നിന്ന് മേടിച്ച തൊണ്ടിൻ്റെ പീസല്ല കേട്ടോ. അതെന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും. അപ്പം ഞാനിത് ഇതുപോലെ തൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ഇരിക്കും. തൊണ്ട് എടുത്തിട്ട് ഞാനത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണമെങ്കിൽ ഒന്ന് കുതിർത്ത് 2 ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളം മൊത്തം ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള കറയും പോവും. വെള്ളത്തിയിട്ട് കുതിർത്തെടുക്കുമ്പോഴത്തേക്ക് ഈ തൊണ്ടിലൊക്കെയുള്ള കറയെന്ന് പറയുമ്പോൾ അതങ്ങ് പോവും. അത് പോകുന്നതാണ് നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും നല്ലത്. അങ്ങനെ കുതിർത്തെടുക്കുന്ന തൊണ്ടിൻ്റെ കഷ്ണം ഉണക്കിയെടുത്തത്. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തൊണ്ടിൻ്റെ പീസാണ്. അപ്പോൾ ആ തൊണ്ടിൻ്റെ പീസ് ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ എടുത്ത് വെക്കുക. ഇതൊരു എളുപ്പമാർഗ്ഗമാണ് കേട്ടോ. ഇങ്ങനെ അല്ലാതെ നമുക്ക് ഡയറക്റ്റ് തൊണ്ട് ഇതിനകത്ത് വെച്ചും സെറ്റ് ചെയ്യാം. ഇത് പക്ഷേ അറിയാത്തവർക്കൊക്കെ ഒരു എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിൽ റബ്ബർ ബാൻഡ് കാണും. ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിൻ്റെ പ്ലാന്റ് സേഫായിട്ട് സെക്യൂറായിട്ട് നടുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളതിനാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പ്ലാന്റ് ഇതുപോലെ ഒന്ന് അടിയിൽ ഒന്നും ഇടണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ മാത്രം ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഒരുപാട് ടൈറ്റായിട്ടല്ല ഈ പ്ലാന്റ് ഇരിക്കുന്നത്. ഒരുപാട് ടൈറ്റായിട്ടിരിക്കുന്ന ഒട്ടും മൂട് അനങ്ങാനും പാടില്ല. അതിനാണ് ഞാൻ തൊണ്ട് വെച്ചിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടെന്ന് വെച്ചിരിക്കുന്നത്, ടൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഓടിൻ്റെ കഷ്ണം ഇതിൻ്റെ സൈഡുകളിൽ ഇടുക. പിന്നെ അതുപോലെ തന്നെ കരിക്കഷ്ണം. അപ്പം നമ്മുടെ ഈ ഓടിൻ്റെ കഷ്ണവും കരിക്കഷ്ണവും ഒക്കെ ഈ ഇങ്ങനെ വെക്കുന്ന തൈകളിൽ ചെറുതായിട്ട് കുറച്ച് മതി. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത് ചെറിയ ചട്ടിയിലാണ് ഇത് വെക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണവും കരിക്കഷ്ണവും മതി. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഫില്ല് ചെയ്യണം. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ഓർക്കിഡിലെ തൈകൾ വരുന്നതൊക്കെ പോട്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് ചെറിയ ചട്ടിയില്ല എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് വലിയ ചട്ടിയിൽ തന്നെ ഇങ്ങനെ പോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഇത്തിരി കൂടെ എക്സ്പേർട്ട് ആണെങ്കിൽ ഇതുപോലത്തെ കഷ്ണങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചെറിയ തൊണ്ടിൻ്റെ പീസ് മതി കേട്ടോ. അപ്പോൾ നല്ല എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വലിയ ചട്ടിയിൽ അതുപോലെ വെച്ച് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ഈ ചെറിയ പീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂട് ഉറച്ചിരിക്കാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ ഒരു 2-3 വേരല്ലേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അത് നല്ലപോലെ ഉറച്ചിരുന്നില്ലെങ്കിൽ ഇതിനകത്ത് വേര് കറക്റ്റ് എല്ലാത്തിലും പിടിച്ച് നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് കറക്റ്റ് നടക്കില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഓർക്കിഡിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്ത് ചെറിയ സീഡ്ലിങ്സിൻ്റെ റീപോട്ടിങ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ തന്നെ പോട്ട് ചെയ്തിരിക്കുന്ന വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്ന എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. എനിക്ക് അതിനകത്തും കൂടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റീപോട്ട് ചെയ്ത് വയ്ക്കുന്ന പ്ലാന്റ്സ് ഒരാഴ്ച ഇതിന് ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്ത് മാത്രം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് സൺലൈറ്റിലോ ഡയറക്റ്റ് മഴയത്തോ വെക്കാൻ പാടില്ല. ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് ഒരു നേരം
ഒരു നേരം മാത്രം ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുക. ഇതിൽ വാരിക്കോരി വെള്ളം ഒഴിക്കരുത്. നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്ലാന്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ വെള്ളവും വളവും ഒന്നും ഈ സമയം ഒരുപാട് ആവശ്യമില്ല, വളത്തിൻ്റെ ആവശ്യം ഒട്ടുമില്ല. ഒരാഴ്ചയ്ക്ക് 1-2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതിനകത്ത് വളം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈട്രജൻ അടങ്ങിയ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടുന്ന വീഡിയോയിൽ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും ഉണ്ട്, കെമിക്കൽ ഞാൻ സ്പ്രേ ചെയ്യുന്ന കെമിക്കൽ വളങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ NPKയുടെ അളവ്, നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ടുള്ള ചെടിക്ക് ഗ്രോത്തിന് വേണ്ട വളങ്ങൾ മാത്രം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ പ്ലാന്റ്സിലൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാതെ പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ ചെറിയ ചെടിക്ക് കൊടുക്കരുത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു മാക്സിമം ഒരു 6 months 7 months കഴിയണം ഇതിനകത്തൊരു ഫ്ലവറിങ് സ്റ്റേജ് ആയിട്ട് വരാൻ. എന്ന് വെച്ചാൽ ഇതിപ്പം വെറും തൈയാണ്, നമുക്കറിയാം ഇതിനകത്ത് പൂക്കാനായിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിന് പൂക്കാനുള്ള വളങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. നൈട്രജൻ്റെ വളങ്ങളാണ് ഒരുപാട് നൽകേണ്ടത്. അതും ആഴ്ച ഒരു ദിവസം കറക്റ്റായിട്ട് നൽകാൻ, ഒരു മുടക്കവും കൂടാതെ നമ്മൾ ഈ തൈക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ചെടി വളർന്നു വരികയും പിന്നെ ഫ്ലവറിങ്ങിനുള്ള സ്റ്റേജൊക്കെ ആവുകയും ചെയ്യുന്നത്. അപ്പോൾ വെയിലത്ത് വെക്കരുത്, മഴയത്ത് വെക്കരുത്. ഒരാഴ്ചയെങ്കിലും ഒരുപാട് നനയ്ക്കാനും പാടില്ല. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക വെള്ളം. വളമെന്ന് വെച്ചാൽ ഒരാഴ്ചയ്ക്ക് 1-2 ആഴ്ചയ്ക്ക് ശേഷം മുതൽ നൈട്രജൻ കൂടുതലുള്ളകിയ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊപ്പഗേഷനിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതെൻ്റെ ഒരു രീതിയാണ്. ഇത് ഇഷ്ടമുള്ളവർ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്യുക. മദർ പ്ലാന്റിൽ നിന്ന് തൈ റിമൂവ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുപോലെ ഞാൻ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റാണ്. കണ്ടോ, ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ചെറിയ നമ്മുടെ തൊണ്ടിൻ്റെ പീസാണ്. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ചെറിയ പീസും കരിക്കഷ്ണവും ഇതെല്ലാം ഇട്ടിട്ടാണ് പോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വലിയ ചട്ടിയാണ്. അതുപോലെ തന്നെയാണ് ഇതും പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വേറൊരു പ്രൊപ്പഗേഷനാണ് കേട്ടോ. ഇതുപോലെ തന്നെ തൈ വന്നിട്ട് ഞാൻ റിമൂവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് അതിനകത്ത് ആദ്യം തന്നെ മുട്ട വന്നത്. ഇതും അതുപോലത്തെ പ്ലാന്റാണ്. അത് ഒരു തവണ പൂ വന്നു കേട്ടോ. അതിനകത്തുനിന്ന് ഒരു തവണ പൂ വന്നതായിട്ട് ഉണങ്ങിയതാണ്. പിന്നെയും ദേ വരുന്നത് 2 മുട്ടയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മറ്റൊരു പ്ലാന്റാണ് ഇത് കണ്ടോ, ചെറിയ മിനിയേച്ചർ വെറൈറ്റിയാണ്, ഡെൻഡ്രോബിയം. ഇതും ഇതുപോലെ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ വേരിന് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ പതുക്കെ മദർ പ്ലാന്റിൽ നിന്ന് ഇളക്കിയാണ് എടുത്തിരുന്നത്. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഞാൻ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. അതുകൊണ്ട് ഈ താഴെ ഇങ്ങനെ ലീഫ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മദർ പ്ലാന്റ് എന്നിട്ട് ഞാനത് ചെറിയ മൊട്ട് വന്നായിരുന്നു കേട്ടോ. ഇത്തിരി ലേറ്റായി സംഭവം. ഈ പ്ലാന്റ് ഞാൻ റിമൂവ് ചെയ്ത് വെക്കപ്പോൾ ചെറുതായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേരിളക്കിയ റിസ്ക് ആക്കണ്ട എന്ന് വിചാരിച്ച് മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് താഴെ ഇങ്ങനെ ലീഫ് ഇരിക്കുന്നത്. നല്ല രീതിയിൽ അതിന് ഗ്രോത്ത് വരുന്നതിനുള്ള ഉദാഹരണമാണ്. വീണ്ടും നല്ല രീതിയിൽ നിൽക്കുന്നത് തന്നെ. ഇതും അതുപോലെ ചെറിയൊരു തൈയാണ്.